ഞാൻ ആദ്യമേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സിനിമ നിങ്ങൾക്ക് ഭയങ്കര റോ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ളൊരു ഫീൽ തരും. യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും ഡെപ്ത് ഉള്ള സ്റ്റോറി. വർഷം 1955 ബെൽജിയൻ എഴുത്തുകാരനായ ജോർജ് സിമനോൺ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഇൻസ്പെക്ടർ ജൂൾസ് മൈഗ്രേറ്റ് സീരീസിലെ 48ാമത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. ലിറ്ററലി ഇതൊരു ചരിത്രമായി മാറി. ഒന്നല്ല രണ്ടല്ല 5 തവണ 5 തരത്തിലാണ് ഇത് അഡാപ്റ്റ് ചെയ്യപ്പെട്ടത്. അക്കാലത്തൊക്കെ റേഡിയോ അഡാപ്റ്റേഷൻസ് ആയിട്ടും പിന്നെ TV എപ്പിസോഡ്സ് ആയിട്ടും പിന്നെ സിനിമകളായിട്ടും പല രീതിയിൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ട അടിപൊളി ഒരു കഥ. നമ്മുടെ മിസ്റ്റർ ബീൻ റോവൻ ആറ്റ്കിൻസൺ നായകനായി എത്തുന്ന ഈ കഥയ്ക്ക് അല്ലെങ്കിൽ കഥാപരമ്പരയ്ക്ക് 4 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായ ഏറ്റവും മികച്ച മൈഗ്രേറ്റ് സെറ്റ്സ് എ ട്രാപ്പ് എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കേട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായി ഇവിടെ വന്നിരുന്ന റേഡിയോ പോലെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നമുക്കെല്ലാവർക്കും ബോണി ബ്ലൂവിനെ അറിയാമല്ലേ? 24 മണിക്കൂറിൽ പുള്ളിക്കാരി വലിയൊരു റെക്കോർഡ് സെറ്റ് ചെയ്ത കാര്യമൊക്കെ അറിയാമല്ലോ. ഈ കഥ പറഞ്ഞു വരുമ്പോഴും ഇതുപോലെ ഒരു റെക്കോർഡിന്റെ കാര്യം പറയാനുണ്ട്. മുന്നോട്ട് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ 18+ വാണിംഗ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്ര അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. 1950കളിൽ പാരീസിൽ മോൺമാർട്ടയിൽ നടക്കുന്ന കഥയാണിത്. നമ്മുടെ കഥാനായകൻ ഡിറ്റക്റ്റീവ് മൈഗ്രേറ്റ് ഇതിനോടകം തന്നെ ഒരുപാട് കേസുകൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനൊരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കേസുകൾ ആൾ നിഷ്പ്രയാസം സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നഗരത്തിൽ തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നു വരുന്നു. ഒരേ വ്യക്തി ഒരേ പാറ്റേണിൽ സ്ത്രീകളെ തന്നെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നു. ഒരുപാട് കേസുകൾ സോൾവ് ചെയ്ത് പരിചയവും ഡിപ്പാർട്ട്മെന്റിൽ നല്ല പേരൊക്കെ ഉള്ള നമ്മുടെ മൈഗ്രേറ്റ് ഇവിടെ സ്റ്റക്കായി പോയി. കാരണം ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന അവൻ ആരായാലും യാതൊരു തെളിവും അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത് പബ്ലിക് സ്ഥലങ്ങളിൽ സ്ത്രീകളെ കൊന്നു തള്ളുന്നു. ഇക്കാരണത്താൽ വലിയ ബാക്ക്ലാഷ് ആണ് മൈഗ്രേറ്റിന് നേരിടേണ്ടി വരുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് കേസുകൾ സോൾവ് ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ തടഞ്ഞു നിർത്താനോ പ്രതിയെ പിടിക്കാനോ സാധിക്കാത്തത് തീർച്ചയായും വലിയ പ്രശ്നം തന്നെയാണ്. മാധ്യമങ്ങൾ, പത്രങ്ങൾ നിരന്തരമായി ഇദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെ പറയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കഴിവിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. ഈ കൊല്ലപ്പെട്ട സ്ത്രീകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്താണ് കൊലപാതകയുടെ ഉദ്ദേശം, അവന്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ ഒന്നിൽ പോലും കൊലപാതകി ഈ സ്ത്രീകളുടെ പണമൊന്നും അപഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവന്റെ ഉദ്ദേശം പണമല്ല, ശാരീരികമായ ആക്രമണവുമില്ല, സെക്ഷുവലി അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമില്ല. ഇത് രണ്ടുമല്ലാതെ മറ്റെന്തായിരിക്കും അവന്റെ മോട്ടീവ്? ഈ സ്ത്രീകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? അതോ ചുമ്മാ റാൻഡമായിട്ട് ആരെയെങ്കിലും തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണോ? തലപൊകഞ്ഞ് ഇതൊക്കെ ആലോചിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുന്നു. മൈഗ്രേറ്റും മറ്റുദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇപ്പൊ സംഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അതേ കൊലപാതക പരമ്പരയിൽപ്പെടുന്ന കൊലപാതകം തന്നെയാണ്, അതേ പാറ്റേൺ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന സ്ത്രീയുടെ കുഞ്ഞിന് വയ്യാതായതിനെ തുടർന്ന് ഫാർമസി ചെന്ന് മരുന്നും വാങ്ങി തിരിച്ചു പോകുന്ന വഴിയാണ് കില്ലർ ഇവളെ കൊല്ലുന്നത്. അതും ഒരു ചെറിയ പെൻ നൈഫ് യൂസ് ചെയ്ത്. അയാൾ വലിയ കത്തികളോ ബുച്ചർ നൈഫുകളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും ചെറിയ പെൻ നൈഫുകൾ ഉപയോഗിച്ചിട്ടാണ്. ഏറെ വിഷമത്തിലായ മൈഗ്രേറ്റ് ഈ സ്ത്രീയുടെ മരണവാർത്ത അറിയിക്കാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈവൻ ദോ ഇത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ല, അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലത്തല്ല അവരുടെ വീട് എന്നുണ്ടെങ്കിലും ആൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ട് തനിക്ക് നേരിട്ട് ഈ വാർത്ത അവരോട് അറിയിക്കണം എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. തന്റെ ഭാര്യയുടെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. ഏറെ വിഷമത്തോടെ കരഞ്ഞു. 1 വയസ്സ് പോലും പ്രായമില്ലാത്ത തന്റെ ഇളയ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഉത്തരമില്ലായിരുന്നു. എവിടെയായിരുന്നു പോലീസ്? ഈ കൊലപാതകം തടഞ്ഞു നിർത്തേണ്ടതിന് പകരം ഇവർ എന്ത് ചെയ്യുമായിരുന്നു? എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ആ ക്രിമിനലിനെ പിടിക്കാൻ പറ്റാത്തത്? അന്വേഷണം പല വഴിക്ക് പോകുന്നുണ്ടെങ്കിലും ഇതുവരെയും എങ്ങും എത്താൻ അവർക്കും സാധിച്ചില്ലല്ലോ. വിഷമത്തോടെ നമ്മുടെ മൈഗ്രേറ്റും അവിടെ നിന്ന് ഇറങ്ങി ആ സ്ത്രീയുടെ ബോഡി ആദ്യം കണ്ടയാളുടെ അടുത്ത് എന്ന് അവളോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുവാണ്. ഇവളുടെ പേര് മിഷേൽ, ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്നു. ഇന്നൊരു 5 മിനിറ്റ് മുമ്പേ ഇവള് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് പകരം ഇവള് കൊല്ലപ്പെട്ടേനെ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നു വരുന്ന ഈ കൊലപാതകങ്ങളെ പറ്റിയൊക്കെ ഓർത്ത് ഇവർക്ക് വലിയ പേടിയുണ്ട്. ക്ലബ്ബിലെ പെൺകുട്ടികളൊക്കെ ഇതേപ്പറ്റി സംസാരിക്കാറുണ്ട്. പോലീസിന്റെ കഴിവുകേടും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും ഇവർ പ്രതിയെ കണ്ടുപിടിക്കാത്തതുമൊക്കെ ഇവർക്കിടയിലും ചർച്ചയാവുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് അവളുടെ വിഷമം പ്രകടിപ്പിക്കുമ്പോൾ ഇദ്ദേഹം അവൾക്ക് വീട്ടിൽ പോകാനായിട്ട് ടാക്സിക്ക് പോകാനായിട്ട് കുറച്ച് കാശ് കൊടുക്കും. ഇതെന്താ സാർ, നിങ്ങൾ കാശ് തരുന്നോ? ഇന്നൊരു ദിവസം ഈ കാശ് കൊണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റും, എന്നാൽ അടുത്ത ദിവസങ്ങളിലോ? ഞാൻ മാത്രമല്ലല്ലോ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇവരൊക്കെ ഇല്ലേ, ഇവരുടെയൊക്കെ കാര്യം എന്ത് ചെയ്യും? എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? മൈഗ്രേറ്റിന് മറുപടിയില്ല. കാരണം ഇവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നതോ സേഫ് ആയിട്ടിരിക്കണമെന്ന് പറയുന്നതോ കൊണ്ടൊന്നും പ്രതിവിധിയാവുന്നില്ല. പോലീസ് അവരുടെ ഡ്യൂട്ടി അല്ലേ ചെയ്യേണ്ടത്? എത്രയും വേഗം കൊലപാതകയെ കണ്ടുപിടിക്കണം. അത് മാത്രമാണ് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ. മാധ്യമങ്ങൾ ഭയങ്കരമായി ഇവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിരന്തരമായി ഇങ്ങനെ പോലീസിന്റെ പുറകെ നടന്ന് അവരെ ബുദ്ധിമുട്ടിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പെരുപ്പിച്ചെഴുതി ആളുകളെ ആശങ്കയിലാക്കുന്നതിലുള്ള അവരുടെ പങ്ക് ചെറുതൊന്നുമല്ല. ഇങ്ങനെയൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി നിലവിൽ അവരെ നേരിടാൻ വേറെ വഴികളില്ല എന്നുള്ളതാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ അവർ ഓവറായിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടു നിൽക്കുക.
കൊല്ലിക്കുക, മറ്റെന്താ ചെയ്യാനാവുക. ഇതിനോടകം 5 സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത്. ഒരേ രീതി, ഒരേ പാറ്റേണിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരേ കില്ലർ കൊന്നൊടുക്കിയ 5 സ്ത്രീകൾ. ഇങ്ങനെയൊക്കെ ആയതോടെ മിനിസ്റ്റർ നമ്മുടെ ഹീറോയെയും അദ്ദേഹത്തിന്റെ ചീഫിനെയും വിളിപ്പിച്ചു. ഇതുവരെ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എല്ലാം ലിസ്റ്റ് നിരത്തി ഇത്രയുമായിട്ടും പ്രോപ്പറായിട്ട് ഒരു എവിഡൻസ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതിൽ ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ മിനിസ്റ്റർ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മിടുക്കനായ ഓഫീസറാണ് മൈഗ്രേറ്റ്. ഇദ്ദേഹം എന്തായാലും കൊലപാതകയെ കണ്ടുപിടിക്കും. കുറച്ച് സമയം കൂടെ ഒന്ന് അനുവദിച്ചാൽ മതി, തീർച്ചയായും നമ്മൾ കൊലപാതകയെ അകത്താക്കിയിരിക്കും, ഇദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൈഗ്രേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും മിനിസ്റ്റർക്ക് മൈഗ്രേറ്റിനെ ഇനി അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഇനിയും സഹിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ക്യാബിനറ്റിൽ മറുപടി പറയണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് കണ്ടെത്താൻ സാധിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് അതിന് പ്രോപ്പറായ ഒരു ഉത്തരമില്ല. കില്ലറിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിൽ അബ്സല്യൂട്ട്ലി നോ എവിഡൻസ്. ഇത്രയും പ്ലാൻഡ് ആയിട്ട് ക്രൈംസ് ചെയ്യാൻ ഈ നാട്ടിൽ ഒരാൾക്ക് പറ്റുന്നു. അതാണാണോ പെണ്ണാണോ, അയാളുടെ മോട്ടീവ് എന്താണ്, എത്ര പ്രായമുണ്ടാവും, ഇതുവരെ കൊല്ലപ്പെട്ട സ്ത്രീകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും ഇതുവരെയും ഇവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മിനിസ്റ്റർക്ക് ഇനിയും ഇങ്ങനെ എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റത്തില്ല. എത്രയും വേഗം കൊലപാതകയെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ പോലീസ് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള കാലതാമസം എടുക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. ദെൻ അവസാനമായി കൊല്ലപ്പെട്ട സ്ത്രീ വാങ്ങിയിരുന്ന മരുന്നുകളൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇവരുടെ മക്കളെ ഒന്നും തങ്ങളുടെ അമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അറിയിച്ചിട്ടില്ല. അമ്മ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെയുള്ള കുട്ടികളുടെ സംസാരങ്ങൾ ഇദ്ദേഹത്തെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. ജോലി കഴിഞ്ഞ് മൈഗ്രേറ്റ് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് കുറ്റം പറയുന്ന വാർത്തകളും റേഡിയോയിലൂടെ കേൾക്കാം. ആളുടെ സാഹചര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് ആള് ഭയങ്കര അടിപൊളിയായിരുന്നു, ഒരുപാട് കേസുകൾ സോൾവ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതേ കണക്കൊരൊറ്റ കേസ് മതി എല്ലാം തകിടം മറിയാൻ, എല്ലാവരും ഇദ്ദേഹത്തിനെതിരെ തിരിയാൻ. ശേഷവും മൈഗ്രേറ്റും ഭാര്യയും ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെയും ഇദ്ദേഹത്തെ പരിചയമുള്ള ഒരു കേസിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ചെയ്യുക, കൊലപാതകയുടെ മോട്ടീവ് എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. അക്കൂട്ടത്തിൽ ഒരു പ്രൊഫസർ പറയുന്നത് ഒരു പ്രധാന മോട്ടീവ് ഇല്ലെന്നുണ്ടെങ്കിൽ കൊലപാതകം തന്നെ അയാൾക്ക് ഒരു അഡിക്ഷൻ ആയിട്ടുണ്ടാവുന്നതാണ്. മേ ബി ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് റിലീഫ് കണ്ടെത്താൻ വേണ്ടി കൊലപാതകം ചെയ്യുന്ന, അതിൽ അഡിക്റ്റ് ആയി പോയ ഒരാൾ. ഈ ഒരു POV നമ്മുടെ ഹീറോയെ കുറെ ചിന്തിപ്പിക്കുന്നുണ്ട്. പാർട്ടിക്ക് ശേഷം മൈഗ്രേറ്റും അദ്ദേഹത്തിന്റെ ഭാര്യയും തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കിപ്പോൾ 24 വയസ്സുണ്ടായേനല്ലേ എന്ന് മൈഗ്രേറ്റ് ചോദിക്കും. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇവരുടെ കുഞ്ഞിനെ, ഇവരുടെ മകളെ ഇവർക്ക് നഷ്ടപ്പെട്ടതാണ്. ദെൻ പാർട്ടിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു കൊലപാതകിയുടെ മോട്ടീവ് കൊല ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ അയാൾ അതിൽ പ്രൗഡ് ആയിരിക്കില്ലേ എന്ന് ഇദ്ദേഹം ഭാര്യയോട് ചോദിക്കുമ്പോൾ അവളുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. കൊലപാതകി ഒരു സൈക്കോപാത്ത് ആണെങ്കിൽ പോലീസിനെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നത് തീർച്ചയായും അയാൾക്ക് കിക്ക് കൊടുക്കുന്നുണ്ടാവാം, അയാൾ അതിൽ അഭിമാനിക്കുന്നുണ്ടാവാം. താൻ ഇത്രയും നാൾ ചെയ്തു വന്ന കൊലപാതകങ്ങളിൽ അഭിമാനം കൊള്ളുന്ന അയാൾക്ക് വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യാൻ തോന്നും. പോലീസുകാർ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കും. ഇങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് അവനെങ്കിൽ അവന് അഭിമാനം തോന്നുന്ന ഫാക്ടർ തന്നെ കൊത്തിയാലോ. അതായത് നമ്മുടെ ഹീറോ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊലപാതകയെ കണ്ടെത്തി എന്നുള്ള രീതിയിൽ വാർത്ത പുറത്തുവിടാം. 5 കൊലപാതകങ്ങളും ചെയ്തത് മറ്റൊരാളാണ് എന്ന് വാർത്ത പുറത്തുവിടാം. ഇത് കൊലപാതകയെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് കരുതി മാധ്യമങ്ങളുടെ മുന്നിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു കോൺസ്റ്റബിളിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊലപാതകയാണ് എന്നുള്ള രീതിയിൽ ഇവർ ഡ്രാമ കളിച്ചു. ആ 5 സ്ത്രീകളെ കൊന്നത് ഇവനാണ് കൊലപാതകി എന്നുള്ള കാര്യം ഒന്നും പോലീസുകാർ പത്രക്കാരോട് പറയുന്നില്ല. മറുപടി ഒന്നും പറയാതെ ഇവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നു. അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത വിധം കോൺസ്റ്റബിൾ മുഖം മറിച്ചിരുന്നു. സോ ഏതാണ് സംഭവം എന്ന് അവർക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയില്ല. അതുകൊണ്ട് ഇത് സംഭവം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവർ പോലീസ് സ്റ്റേഷനിൽ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു പയ്യനെ കൺവിൻസ് ചെയ്തും കാശ് കൊടുത്തും അകത്ത് എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടു. ഓഫീസേഴ്സ് മണ്ടന്മാരല്ലോ, ചോർത്താൻ വേണ്ടി പത്രക്കാർ പഠിച്ച പണി 18 നോക്കുമെന്നറിയാവുന്ന ഇവർ ആ ചെക്കൻ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് അകത്ത് കയറി വന്നത് മുതൽ അഭിനയിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 5 കൊലപാതകങ്ങൾ ചെയ്ത പോലീസിന് ഇത്രയും വട്ടം കറക്കിയ പ്രതിയാണ് ഇവർ പിടിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ അഭിനയിച്ച് തകർത്തതും മൈഗ്രേറ്റ് പ്ലാൻ ചെയ്ത പോലെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇത് ശരിക്കുമുള്ള കൊലപാതകയെ ട്രിഗർ ചെയ്യുമെന്നാണ് ഇദ്ദേഹം കരുതുന്നത്. അവൻ ഈ വാർത്ത അറിയുന്നതും താൻ പിടിക്കപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്ന് തന്നെ അടുത്ത കൊലപാതകം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ പരമാവധി പോലീസ് ഉദ്യോഗസ്ഥരെ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ട് വിന്യസിച്ചിരിക്കുന്നു. അതിലും പ്രത്യേകിച്ച് പോലീസ് സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഏതൊക്കെ വഴിയിലൂടെ അവർ ഇന്ന് രാത്രി സഞ്ചരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി ഒരു റൂട്ട് മാപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് ആ കൊലപാതകി ഇവരുടെ കെണിയിൽ വീഴാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനിടെയും ഒരു ബാറിൽ വെച്ച് നമ്മുടെ ഹീറോയോട് സംസാരിക്കാൻ ഒരു റിപ്പോർട്ടർ വരുന്നുണ്ട്. ഇവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ഏതാ സംഭവിച്ചത്, കേസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആൾ ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. എന്ത് കാര്യത്തെ പറ്റിയാണെങ്കിലും ഇവളോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് മാറിപ്പോയി. മൈഗ്രേറ്റ് പ്ലാൻ ചെയ്ത പോലെ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസുകാർ ഒരുപാട് പേരുണ്ട്. സ്ത്രീകൾ അവർക്ക് കൊടുത്ത വഴിയിലൂടെയൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്നു, കാഷ്വലായിട്ട് സാധാരണക്കാരെ പോലെ പെരുമാറുന്നു. അങ്ങനെ പോകവേ കൂട്ടത്തിൽ ഒരു പോലീസുകാരിയെ കില്ലർ ആക്രമിച്ചു. സ്ഥിരം ചെയ്യാറുള്ള പോലെ പേനാക്കത്തി ഉപയോഗിച്ച് ഇവളെയും കുത്തിക്കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഇവളൊരു പോലീസുകാരിയാണ്, ട്രെയിൻഡ് ആണ്, അയാളെ തടയാൻ പറ്റി. സ്റ്റിൽ കൊലപാതക ഒരാണാണ്, അവന്റെ കരുത്തുപയോഗിച്ച് അവൻ ഇവളെ അടിച്ചിട്ട് ഇവളെ കുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഇവൾക്ക് പിന്നാലെയുള്ള പോലീസുകാർ ഓടി വന്നതുകൊണ്ട് ഇവള് രക്ഷപ്പെട്ടു. ഒരു പോലീസ് ഓഫീസർ കില്ലറെ ചേസ് ചെയ്ത് അവന്റെ പുറകെ ഓടുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാൻ സാധിച്ചില്ല. ശേഷം നമ്മുടെ ചീഫ് ഓഫീസർ മൈഗ്രേറ്റ് ഈ സ്ത്രീയോട്, ഈ പോലീസ് വുമണിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഇവളുടെ പേര് മാർട്ടൈ. ഇരുട്ടായതുകൊണ്ട് കില്ലറിന്റെ മുഖം വ്യക്തമായി ഇവള് കണ്ടില്ല. സ്റ്റിൽ ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിച്ചറിയുവാണ്. അവന്റെ കയ്യിൽ
കയ്യിലൊരു ചെറിയ കത്തിയായിരുന്നു, ഡാർക്ക് സ്യൂട്ടാണ് ഇട്ടിരുന്നത്, ബ്രൗൺ ഹെയർ ആണ് എന്നൊക്കെ പറയുമ്പോഴും ഇതിലൊന്നും ഇവൾക്ക് പൂർണ്ണമായി ഉറപ്പില്ലെന്ന് അവൾ പറയുന്നുണ്ട്. കാരണം പെട്ടെന്നുള്ള ആക്രമണമായിരുന്നല്ലോ, ഇവളുടെ പിന്നിൽ നിന്ന് ഇവളെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വിധത്തിലാണ് ഇവൾ രക്ഷപ്പെട്ടത്. ആ ഒരു വെപ്രാളത്തിനിടെ അവന്റെ മുഖം എങ്ങനെയാണ്, സ്കിൻ എങ്ങനെയാണ്, അങ്ങനെയൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. പിടിവലിക്കിടെ കില്ലറിന്റെ ജാക്കറ്റിന്റെ ഒരു ഭാഗം, ബട്ടണും കൂടെ ചേർത്ത് ഒരു ഭാഗം ഇവൾ കീറിയെടുത്തിരുന്നു. തുടർന്ന് ഇവർ സ്റ്റേഷനിലെത്തി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ആ കൊലപാതകി ഒരു റിംഗ് ധരിച്ചിരുന്നു, അത് വെഡ്ഡിംഗ് റിംഗ് ആണെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെ കിട്ടിയ ലീഡ് അവന്റെ ജാക്കറ്റിന്റെ ഈ ഭാഗമാണല്ലോ, ബട്ടണും കുറച്ച് തുണിയും. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അന്വേഷിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ലീഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ടൈലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ നമ്മുടെ മൈഗ്രേറ്റിന്റെ പ്ലാൻ. മാത്രമല്ല മാർത്തയെ കൊലപാതകി ആക്രമിക്കുന്നതിന് മുമ്പ് മാർത്ത അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ അവിടെ തെരുവിൽ നിന്ന് കിസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. മേ ബി ഇവളെ തന്നെ അവൻ ചൂസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ ഇതും കൂടി ആയിരിക്കാം. ബോയ് ഫ്രണ്ടിന്റെ കൂടെ നിൽക്കുന്നതും അവർ സന്തോഷമായിട്ടിരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു സൈക്കോ ആയിരിക്കാം എന്നും നമ്മുടെ ഹീറോ കരുതുന്നുണ്ട്. ശേഷം കൊലപാതകയുടെ സ്യൂട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ബട്ടൺ പരിശോധിക്കാൻ ചെന്നപ്പോൾ അത് സാധാരണ സ്യൂട്ടുകളിലൊക്കെ വെക്കുന്ന സാധാരണ പോലത്തെ ഒരു ബട്ടൺ ആയിരുന്നില്ല. കുറച്ച് ഫാൻസി ആയിട്ടുള്ള ബ്ലൂ കളേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് പോളിഷ് ആയിട്ടുള്ള ഫാൻസി ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ബട്ടൺ. സോ ഫ്രഞ്ച് മെയ്ഡ് ആവാനുള്ള സാധ്യതയൊന്നുമില്ല. മോസ്റ്റ് പ്രോബ്ലി ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതായിരിക്കും. ആ വഴിക്കൊന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങൾ വിശദമായി അറിയാൻ സാധിക്കുമെന്ന് പറയുകയാണ്. ഈ സമയത്തൊക്കെയും പത്രക്കാർ സ്റ്റേഷന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എന്താണ് ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് വാർത്ത കൊടുക്കണമല്ലോ. അക്കൂട്ടത്തിലും നേരത്തെ നമ്മുടെ ഹീറോയോട് നേരിട്ട് സംസാരിക്കാൻ ചെന്ന റിപ്പോർട്ടർ സ്റ്റേഷനകത്ത് കയറി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആക്രമിക്കപ്പെട്ട ആ പോലീസ് വുമണിനെ കണ്ടു. അതായത് കില്ലർ കൊല്ലാൻ ശ്രമിച്ച ആ പുള്ളിക്കാരിയെ കണ്ടു. സംഭവിച്ച കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇവരുടെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. തുടർന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് അവൾ പത്രത്തിൽ എഴുതി. ഇതങ്ങോട്ട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. ഓൾറെഡി ഇദ്ദേഹത്തിന്റെ മണ്ടയ്ക്ക് ഒരുപാട് പ്രഷറുണ്ട്. പിന്നെ പത്രക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുമ്പ് ഒരാളെ അറസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൊലപാതക ശ്രമം നടന്നു. ഇതെല്ലാം മൈഗ്രേറ്റിന്റെ പ്ലാനാണ്, കൈവെട്ട കളിയാണ് എന്ന് ഒരു വ്യക്തിയെ എത്രമാത്രം അധിക്ഷേപിക്കാമോ ആ രീതിയിലൊക്കെ സ്ഥിരമായിട്ട് റിപ്പോർട്ടേഴ്സ് ചെയ്യാറുള്ള രീതിയിൽ അങ്ങ് ചെയ്തു വെച്ചു. വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ചീഫിനെ വിളിച്ച് ഇന്ന പോലെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും അയാളെ മാറ്റാതെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറഞ്ഞ് ഇനി ഒരു എക്സ്ക്യൂസും കൊടുക്കാൻ പറ്റത്തില്ല. എത്രയും വേഗം പുതിയ ആളെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം. മൈഗ്രേറ്റിന് ഇനി ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവരുത്. എത്രയും വേഗം അയാളെ മാറ്റി പുതിയ ഓഫീസറെ നിയമിക്കണമെന്ന് ഉത്തരവിട്ടു. അവിടുന്ന് കെട്ടിയതാൽ നമ്മുടെ മൈഗ്രേറ്റിനെ ഇദ്ദേഹത്തിന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കോൺടാക്ട് ചെയ്ത് ആ ബട്ടണെ പറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഇവർ വിശകലനം ചെയ്ത പോലെ ബട്ടൺ പുറത്തുനിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് സ്പെഷ്യലി ചെയ്യിപ്പിച്ചെടുത്തതാണ്. പാരീസിലേക്ക് വളരെ കുറച്ച് ഓർഡേഴ്സ് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിലും കൊലപാതകി ധരിച്ചിരുന്ന പോലത്തെ ജാക്കറ്റ് ഫാബ്രിക്കും അതിന്റെ കളേഴ്സും ഒക്കെ വെച്ച് പരിശോധിച്ചപ്പോൾ പാരീസിൽ മുഴുവൻ ഈ ഒരു സ്പെസിഫിക് ക്ലോത്തിന് വേണ്ടി ആകെ 10 ഓർഡേഴ്സേ വന്നിട്ടുള്ളൂ. ഇനി ആ സ്പെസിഫിക് ബട്ടൺ ഓർഡർ ചെയ്തവരിൽ ഇവിടെയുള്ള കസ്റ്റമർ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവർക്ക് കൊലപാതകയെ കിട്ടുമല്ലോ. അങ്ങനെ ഫൈനലി എല്ലാം ചുരുളഴിയുവാണ്. കൊലപാതകയിലേക്ക് ഇവർ എത്തിപ്പെടുകയാണ്. അവൻ ഇവരെ കുറേ ഇട്ട് വലച്ചു. എന്നാലും മൈഗ്രേറ്റിന്റെ ബുദ്ധി കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരൻ കണ്ടുപിടിച്ച് ഫൈനലി കൊലപാതകയുടെ അടുത്തെത്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവന്റെ ചീഫ് ഓഫീസർ വന്ന് ആ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇവനെ ഈ കേസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരു ഓഫീസർ ആയിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കാന്ന് പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ അന്വേഷിച്ച് ഫൈനലി കൊലപാതകയെ പിടിക്കുന്നതിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ കേസിൽ നിന്ന് മാറ്റുന്നു. മൈഗ്രേറ്റ് ഒരൊറ്റ ചോദ്യമേ തിരിച്ച് ചോദിക്കുന്നുള്ളൂ, ഇദ്ദേഹത്തിന് പകരം ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ എപ്പോൾ ചാർജ് എടുക്കുമെന്ന്. പുതിയ ആൾ അടുത്ത ദിവസമേ ചാർജ് എടുക്കുമെന്ന്. അതിനർത്ഥം നമ്മുടെ മൈഗ്രേറ്റിന് ഒരു ദിവസം കൂടിയുണ്ട്. സോ ഇന്നൊരു ദിവസത്തിനുള്ളിൽ തന്നെ കേസ് മുഴുവൻ സോൾവ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയാൽ ഇദ്ദേഹത്തിന് തന്നെ ഈ കേസ് സോൾവ് ചെയ്യാം. പുതിയ ഓഫീസറുടെ ആവശ്യം വരുന്നില്ല. തുടർന്ന് ഒട്ടും സമയം കളയാതെ കിട്ടാവുന്ന മാക്സിമം എവിഡൻസും സംഘടിപ്പിച്ച് കൊലപാതകിയെന്ന് ഇവർ സംശയിക്കുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആയുധങ്ങൾ കരുതിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവൻ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കണമല്ലോ. മാർസൽ മോൻസിൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. അയാളുടെ വീട്ടിൽ ചെന്ന് വാതിൽ നോക്കി ചെയ്തപ്പോൾ അവിടുത്തെ വേലക്കാരി വാതിൽ തുറന്നു. വീടിനകത്ത് കയറി മാർസലിന്റെ ഭാര്യയോട് മാർസലിനെ കാണുമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ല ഇപ്പം അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല, അദ്ദേഹം ജോലി കഴിഞ്ഞ് കിടന്നുറങ്ങുക, നിങ്ങളുടെ സൗകര്യത്തിനല്ല ഞങ്ങൾ വരുന്നത്, പോലീസാണ്, അവനെ വിളിച്ചെഴുന്നേപ്പിക്കുക. അവളും പറഞ്ഞ പോലെ കേട്ടു. ചിരിച്ചുകൊണ്ട് മാർസൽ ഇറങ്ങി വന്ന് ഹലോ ജെന്റിൽമാൻ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? മൈഗ്രേറ്റ് ഇവനോട് ഇവൻ ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത കോട്ട് എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു. അവനാവട്ടെ വലിയ സംശയമൊന്നും പ്രകടിപ്പിക്കാതെ എന്താ ഏതാ എന്തിനാണ് ഇവർ കോട്ട് യോജിക്കുന്നതെന്നൊന്നും ചോദിക്കാതെ നേരെ പോയി അവന്റെ കോട്ട് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു. നമ്മുടെ മൈഗ്രേറ്റിന് കിട്ടിയ പോലത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് അല്ല ഇത്, വേറെ ഏതെങ്കിലും കോട്ട് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നതാവാം. ഇവന്റെ വാർഡ്രോബ് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതിലുള്ള ഓരോ ക്ലോത്തുമായിട്ടും ഇവർക്ക് കിട്ടിയ ക്ലോത്ത് ഇവർ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയുള്ള ഒരൊറ്റ തുണിയുമായിട്ട് പോലും ഇവർക്ക് കിട്ടിയ ക്ലോത്ത് മാച്ച് ആവുന്നില്ല. തുടർന്ന് നമ്മുടെ ഹീറോ ഇവർക്ക് കിട്ടിയ ആ ഒരു തുണി കഷ്ണമെടുത്ത് ഇവനെ കാണിച്ചു കൊടുത്ത് ഇതേപോലെ ഈ ഒരു സെയിം മെറ്റീരിയൽ സെയിം ഫാബ്രിക് ഉള്ള ക്ലോത്ത് നീ യൂസ് ചെയ്യുന്നുണ്ടോ, കോട്ട് നീ യൂസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇവനും അത് സമ്മതിക്കുന്നുണ്ട്. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴേ പണി പാളി തന്നെ. കാരണം ഓൾറെഡി ആ ടൈലർ കൺഫേം ചെയ്തിരുന്നു അദ്ദേഹം ഇതേ സെയിം മോഡലുള്ള ക്ലോത്ത് ഇവന് ചെയ്ത് കൊടുത്തിരുന്നു എന്ന്. ശരി, ആ ഒരു കോട്ട് എവിടെ, അതിവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സാറേ എന്താന്ന് വെച്ചാലേ ലാസ്റ്റ് ടൈം ഞാൻ ആ കോട്ട് യൂസ് ചെയ്യുമ്പോൾ വേറൊരുത്തൻ്റെ സിഗരറ്റ് ഊറ്റി കൊണ്ടിട്ട് ഓട്ട വന്നു. സോ ഞാൻ ആ പരിസരത്തുണ്ടായിരുന്ന ഒരു ഭിക്ഷക്കാരൻ ആ കോട്ടം കൊടുത്തു. ഞാനൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, പടം വരയ്ക്കുക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ഒരു ലൈഫിലുള്ള എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്നേ. ഓട്ടയുള്ള തുണിയൊക്കെ ഞാൻ ഇടാനോ? നോട്ട് പോസിബിൾ.
ഓഹോഹോ, ഒട്ടും സാധ്യമല്ലല്ലേ, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പാണെന്നാണ് ഇവന്റെ മറുപടി. ഉടനെ മൈഗ്രേറ്റ് ഇവിടുത്തെ വേലക്കാരിയെ വിളിച്ച് അവളോട് അവൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഇവരുടെ കൂടെ തന്നെയാണോ എന്ന് ചോദിച്ചു. ആ പുള്ളിക്കാരി ഇവിടെയല്ല, മറ്റൊരു ഫ്ലോറിലാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഇവനെ ഈ മാർസലിനെ എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് കണ്ടത് എന്നും ചോദിച്ചു. ഇവളും ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവന്റെ കോട്ട് ഇവനൊരു ഭിക്ഷക്കാരന് കൊടുത്തിട്ട് ഒരാഴ്ചയായി എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇവനായിരിക്കില്ല കൊലപാതകി. ഒരു പക്ഷേ ഇവൻ കോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്ത ആ ഭിക്ഷക്കാരനായിരിക്കാം കൊലപാതകി. അതല്ലെങ്കിൽ യഥാർത്ഥ കൊലപാതകിക്ക് എങ്ങനെയെങ്കിലും ഇവൻ ഉപേക്ഷിച്ച കോട്ട് കിട്ടിയിട്ടുണ്ടാവണം. ഇത്രയൊക്കെ അന്വേഷിച്ച് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇവിടെ വരെ എത്തിയിട്ട് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആവട്ടെ ഈ മാർഷലിനെ അറസ്റ്റ് ചെയ്തേക്കാൻ പറയുകയാണ്. വാട്ട്, എന്തിനാ അറസ്റ്റ്? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിനക്കൊന്നും അറിയത്തില്ലല്ലേ, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ വന്ന് ചോദിക്കുന്നതിനൊക്കെ തത്ത പറയുന്ന പോലെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ഞങ്ങൾ എന്തിനു വന്നു, എന്താണ് ഞങ്ങൾ ഇവിടെ വന്നതിന് കാരണം ഒന്നും നീ ചോദിച്ചില്ല. ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ മോനെ മാർഷലെ, വന്ന് വണ്ടി കയറാന്ന് പറഞ്ഞ് അവനെയും തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടു. സ്റ്റേഷനിൽ കൊണ്ടുചെല്ലുമ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ ഇവന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഓഫീസർ കിട്ടുന്നു വെക്കുന്നുണ്ട്. പുതിയ ഡ്രാമയാണോ, ഏത് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിനാണ് ഇത്തവണ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ. നമ്മുടെ മൈഗ്രേറ്റ് അവരോട് കൂടുതലൊന്നും സംസാരിക്കാതെ ഇവനെ അകത്ത് കൊണ്ടുവന്ന് മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവൻ പറഞ്ഞ പോലെ ഇവന്റെ കോട്ട് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ആവശ്യപ്പെടുന്നു. കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണല്ലോ ആ കോട്ട്. അതിവനിപ്പോൾ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ഭിക്ഷക്കാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് കണ്ടെത്തേണ്ടത് ഇവരുടെ ആവശ്യമാണല്ലോ. ഇപ്പോഴും മൈഗ്രേറ്റിന്റെ കൂടെയുള്ള ഓഫീസേഴ്സിനൊക്കെ ഇദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ, ഇവൻ തന്നെയാണോ കുറ്റവാളി എന്ന് സംശയമുണ്ട്. കാരണം പ്രോപ്പറായിട്ട് എവിഡൻസ് ഒന്നുമില്ല. സ്റ്റിൽ നമ്മുടെ ആൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഇവൻ തന്നെയാണ് പ്രതി എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇതുള്ളതാണോ അതോ മുമ്പൊക്കെ ഡ്രാമ ഇറക്കിയതിൻ്റെ കൂട്ടി ഇയാളുടെ പുതിയൊരു തന്ത്രമാണോ എന്നുള്ള കാര്യം അറിയില്ല. ലെറ്റ്സ് സീ. ആകെ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇദ്ദേഹത്തിന് ബാക്കിയുള്ളൂ. പുതിയ ഓഫീസർ ചാർജ് എടുക്കുന്നതിന് മുമ്പ് എന്താണ് മൈഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇതേസമയം മാർസലിന്റെ വീട്ടിലുള്ള ഒരു ഓഫീസർ അദ്ദേഹത്തിന്റെ ഭാര്യയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മാർസൽ ഒരു ആർട്ടിസ്റ്റാണ്, ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. വീട് മുഴുവൻ അവൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും അധികം അങ്ങനെ സെയിൽ പോയിട്ടില്ല. ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കൂടുതൽ സെല്ലാവുന്ന വഴി അറിയാലോ. ബ്ലാക്ക് മണി വെളുപ്പിക്കാനുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരിക്കും. അല്ലെങ്കിൽ പോട്ടെ, അവന് പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവില്ലെന്ന് കരുതാം. എന്തായാലും സാമ്പത്തികമായി കുറച്ച് ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ പൊക്കോണ്ടിരുന്നത് നിധിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബുദ്ധിമുട്ടിലാണെങ്കിലും വലിയ വീടുണ്ട്, വീട്ടുവേലക്കാരിയൊക്കെ വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മാർസലിന്റെ ഭാര്യയുടെ അത്യാവശ്യം പൈസയുണ്ട്. പുള്ളിക്കാരി ഉള്ളത് കൊണ്ടാണ് അത്യാവശ്യം പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പോലീസ് സ്റ്റേഷനിൽ മാർസലിനോട് സംസാരിച്ച നമ്മുടെ ഹീറോ അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവൻ അച്ഛനില്ല, അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി പുള്ളിക്കാരിയോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുന്നത് മുമ്പ് നമ്മുടെ മാർസൽ പോലീസുകാരെ അറ്റാക്ക് ചെയ്ത ആ ദിവസമില്ലേ, അന്ന് അവൻ രക്ഷപ്പെട്ട് ഓടിയപ്പോൾ ഒരു ഓഫീസർ അവനെ ഫോളോ ചെയ്ത് ചെല്ലുന്നുണ്ടായിരുന്നല്ലോ, ചേസ് ചെയ്ത് ചെല്ലുന്നുണ്ടായിരുന്നല്ലോ, അദ്ദേഹം തന്നെയാണ്. അന്ന് താൻ ചേസ് ചെയ്തത് ഏതാണ്ട് ഇതേ സ്ട്രക്ചറുള്ള ഒരു വ്യക്തിയാണ്, മാർസലിനെ തന്നെ ആവാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും മാത്രം കാര്യമില്ലല്ലോ, പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണം. സാക്ഷിമൊഴികളാണെങ്കിലും അത് ആക്രമിക്കപ്പെട്ട ആ പോലീസുകാരെ തന്നെ കൺഫേം ചെയ്യുവാണെങ്കിൽ പിന്നെയും ബെറ്റർ ആയിരിക്കും. ഏതായാലും നമ്മുടെ ഹീറോയും കൂടെയുള്ള ഉദ്യോഗസ്ഥനും മാർസലിന്റെ അമ്മയുടെ വീട്ടിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു പോകും. പുള്ളിക്കാരി ഒരുമാതിരി വൻ ഡ്രാമ. മാർസലിന്റെ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ച്, ഈ പിഞ്ചു മുഖത്തോട്ട് നോക്ക്, ഈ പയ്യനാണോ ഇങ്ങനെ കൊലപാതകം ചെയ്തത് നിങ്ങൾ പറയുന്നേ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല, എന്റെ പയ്യൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ അവനെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. എവിടെ എന്റെ ഉണ്ണി, എവിടെ? എനിക്ക് എന്റെ ഉണ്ണീനെ കാണണമെന്ന് പറഞ്ഞ് ഇവരും സ്റ്റേഷനിൽ വരും. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകനോട്, എടുക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കടാ എന്ന് പറഞ്ഞ് അവനെയും വിരട്ടി സ്റ്റേഷനിൽ കയറി വന്ന് മാർഷലിനെ പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്ത്, എന്റെ കുഞ്ഞ് ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, ഞാൻ ഈ നഗരത്തിലെ ഏറ്റവും ബെസ്റ്റ് ലോയറിനെ കണ്ടുപിടിക്കും, ഇവന്മാരൊക്കെ ചെയ്തതിന് കണക്ക് പറയിപ്പിച്ച് ഞാൻ നിന്നെ പുറത്തിറക്കും, അതിനുവേണ്ടി എത്ര ചിലവായാലും കുഴപ്പമില്ല, എന്റെ വീട് വിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ, ഒന്നും മിണ്ടാതിരിക്കോ എന്ന് മാർഷൽ ഇവന്റെ അമ്മയ്ക്ക് നേരെ കയർക്കും. ഒരു 4-5 സെക്കൻഡ് പുള്ളിക്കാരി മിണ്ടാതിരുന്നെങ്കിലും പിന്നെയും തുടങ്ങി. എന്താ ചെയ്യുക, അതങ്ങനെ ഒരാൾ. ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ പരിചയമുണ്ടോ? എത്ര മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും പിന്നെയും സംസാരിച്ചു വരുന്ന ആരെങ്കിലും ശല്യം തന്നെ. മാർസലിന്റെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്ത്രീ ഇവന് വീട്ടിൽ പോലും സ്വസ്ഥത കൊടുത്തിട്ടില്ല. എന്നാലും അമ്മയാണ് രക്ഷപ്പെടുത്താൻ ഇപ്പോൾ ഇവരൊക്കെ ഉള്ളൂ. ഇവർ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ തനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നുള്ള ബോധവുമുണ്ട്. ഈ മാർസലിന്റെ അമ്മയ്ക്ക് ഇവന്റെ ഭാര്യയെ അത്ര ഇഷ്ടമല്ല എന്നുള്ള കാര്യവും ഇവിടുന്ന് പോലീസിന് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്കാരിയുടെ സംസാരമൊക്കെ അങ്ങനെയാണ്. തന്റെ മകനെ പുറത്തിറക്കാൻ വേണ്ടി പാരീസിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോയറെ തന്നെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി തിരികെ പോകുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവർ ലോയറെ കൂട്ടിക്കൊണ്ടുവരുമോ വരാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമ്മുടെ മൈഗ്രേറ്റ് ഒക്കെ ഈ മാർസലിനെ ഉൾപ്പെടെ കുറേ ആളുകളെ അന്ന് മാർസൽ ആ പോലീസുകാരെ അറ്റാക്ക് ചെയ്ത് ആ സ്ഥലത്ത് ഇങ്ങനെ നിരത്തി നിർത്തി ആ പുള്ളിക്കാരിയെ കൊണ്ടുവന്ന് ഇവരിൽ ആരാണ് അവളെ അറ്റാക്ക് ചെയ്തത് എന്ന് ചോദിക്കുവാണ്. ഓരോരുത്തരെയും സൂക്ഷിച്ച് നോക്കുന്ന മാർത്തെ ഇക്കൂട്ടത്തിൽ മാർസൽ ആവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് അന്ന് അവൾക്ക് ക്ലിയർ ആയിട്ട് ഇവന്റെ മുഖം കാണാനൊന്നും പറ്റിയില്ല. എന്നാലും രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഇവൻ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പുള്ളിക്കാരി പറയുന്നു. ഇത്രയും വെച്ച് കേസ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ്. ഈ പോലീസുകാരി 100% ഇവൻ തന്നെയാണ് തന്നെ അറ്റാക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും കേസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവൾക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് മൈഗ്രേറ്റിന് വലിയ
വെല്ലുവിളിയായി. ശേഷം അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും മുമ്പേ ഇവരുടെ ചീഫ് ഓഫീസർ പറഞ്ഞിരുന്ന പോലെ ഈ കേസ് ഏറ്റെടുക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നു. ഈ സമയം മൈഗ്രേറ്റ് മാർസലിന്റെ ഒപ്പം സെല്ലിലിരിക്കുവാണ്. എന്നാൽ ഇതേ സമയം മൈഗ്രേറ്റിന്റെ ടീമിലുള്ളവർ മാർസൽ നേരത്തെ പറഞ്ഞ അവന്റെ ആ കോട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അവൻ ഭിക്ഷക്കാരൻ എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന കോട്ട്. അത് പരിശോധിച്ചപ്പോൾ തന്നെ മാർസൽ അല്ല കുറ്റവാളി, മാർസൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അവർക്കും തോന്നിപ്പോകുന്നു. കാരണം അവൻ പറഞ്ഞിരുന്ന പോലെ ഇതിൽ സിഗരറ്റിന്റെ പാടും മറ്റുമൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് ആ ഒരു ബട്ടന്റെ ഭാഗം, തുണിയും ബട്ടന്റെ കുറച്ച് ഭാഗങ്ങളും എല്ലാം കീറിപ്പോയത്. സോ മൈഗ്രേറ്റിന് തെറ്റുപറ്റി, അദ്ദേഹം കരുതിയ പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് തന്നെ പറയുന്നുണ്ട്. മൈഗ്രേറ്റ് ആവട്ടെ മാർസലിന്റെ അടുത്ത് ഇവന്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ ചോദിക്കുവാണ്. മാർസൽ പരമാവധി പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം തുടരെ തുടരെ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇവന്റെ അമ്മ ഇവനെ ഒരു സ്പെഷ്യൽ കിഡായിട്ടാണ് കരുതുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെ അങ്ങനെയാണല്ലോ, ഞാനൊരു സ്പെഷ്യൽ കിഡാണല്ലോ എന്നിവൻ തന്നെ പറയുന്നുണ്ട്. ഇവന്റെ പെരുമാറ്റത്തിലും ഇതൊക്കെ പ്രകടമാണ്. കുറച്ചധികം വ്യത്യസ്തമായ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ തന്നെയുണ്ട്. ഇവനെ ഇവിടുന്ന് പുറത്തിറക്കാനായിട്ട് അമ്മ വക്കീലിനെ കൂട്ടിക്കൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ ഇവൻ. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഹീറോ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഇവന്റെ അമ്മ പറയുന്ന പോലെ അത്രമാത്രം സ്വത്തൊന്നും ഇവർക്കില്ല. വലിയ വക്കീലിനൊക്കെ എന്തുമാത്രം ചിലവാകും. ഇവന്റെ ഭാര്യയ്ക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അവളുടെ ചിലവിലാണ് ഇവൻ നിൽക്കുന്നത്. എന്നാൽ കുറച്ച് മാസങ്ങളായിട്ട് അവൾ വീട്ടുവാടക പോലും കൊടുത്തിട്ടില്ല. നീ ഇങ്ങനെ ഇവിടെ വെറുതെ പ്രതീക്ഷിച്ച് കാത്തിരിക്കത്തേ ഉള്ളൂ. നിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒന്നും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. നീയോ ഒരു വമ്പം പരാജയവും. എത്ര നാളായി നീ ഒരു പെയിന്റിങ് വിറ്റിട്ട് ആർക്കിടെക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടെ നീ ഒരു പരാജയം തന്നെ. നിന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ അമ്മയുടെയും പിന്നെ നിന്റെ ഭാര്യയുടെയും തണലിലാണ് നീ ജീവിച്ചത്. അവർ പറയുന്നതും കേട്ട് ഇത്രയും നാളും അവർ രണ്ടാളും അവർക്ക് വേണ്ട ലൈഫിൽ നിന്നെ ട്രാപ്പ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം കേട്ട് മാർസൽ കുറച്ചൊക്കെ തർക്കിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന പോലെയൊന്നുമല്ല, അവൻ ബെറ്ററാണ്, അവൻ സ്പെഷ്യലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഹീറോയുടെ ടീമിലുള്ള ആളുകൾ വന്ന് അവർ കണ്ടുപിടിച്ച കോട്ടും കാണിച്ചു കൊടുത്തു. അതിൽ സിഗരറ്റ് കൊണ്ടുണ്ടായ ഹോളും കാണിച്ചു കൊടുത്തു. സോ മാർസൽ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് വരും. ഇത്രയൊക്കെ ആയിട്ടും മൈഗ്രേറ്റിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഈ കിട്ടിയ കോട്ടിലുള്ള കിഴുത്തുകൾ, സിഗരറ്റ് വെച്ചുണ്ടായ ഈ കിഴുത്തുകൾ എത്ര നാൾക്ക് മുമ്പുണ്ടായതാണ് എന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കൂടാതെ പുതിയതായിട്ട് ഈ കേസ് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്റെയും ചീഫിന്റെയും ഒന്നും കണ്ണിൽ പെടാതെ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയി നേരെ മാർസലിന്റെ വീട്ടിൽ ചെന്ന് അവിടെ മുഴുവൻ അരിച്ചു പറക്കി അവിടുന്ന് ചെറിയൊരു കത്തി കണ്ടുപിടിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. കഴിഞ്ഞ 5 കൊലപാതകങ്ങളിലും കൊലപാതകി ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ കത്തിയാണ്. മാർസൽ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ കത്തികൾ അവന്റെ വീട്ടിലുണ്ടാവും. നമ്മുടെ മൈഗ്രേറ്റ് ആവട്ടെ കിട്ടിയ തെളിവുകളും കൊണ്ട് നേരെ സ്റ്റേഷനിൽ ചെന്ന് ഇദ്ദേഹത്തിന്റെ ചീഫിനോടും ഇദ്ദേഹത്തിന് പകരം കേസ് അന്വേഷിക്കാൻ വന്ന വ്യക്തിയോടും ഇനി ഈ കേസ് കൈമാറേണ്ട യാതൊരു ആവശ്യവുമില്ല, കാരണം ഓൾറെഡി കേസ് സോൾവ് ആയി കഴിഞ്ഞു എന്ന് അറിയിക്കുകയാണ്. ഇവർ ഓൾറെഡി അറസ്റ്റ് ചെയ്ത മാർസലിന്റെ വീട്ടിൽ നിന്നും കത്തി കണ്ടെത്തിയിട്ടുണ്ട്. അവൻ ആർട്ടിസ്റ്റാണ്, അവൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കത്തികളാണ്. അവന്റെ കോട്ടിൽ വന്ന സിഗരറ്റ് പാട് ഇന്ന് രാവിലെ ഉണ്ടായതാണെന്നും ഇവർക്ക് പരിശോധനയിലൂടെ തെളിയിക്കാൻ സാധിച്ചു. മാർസൽ പറഞ്ഞ കഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഒരാഴ്ചയ്ക്ക് മുമ്പേ സിഗരറ്റ് കൊണ്ട് അവന്റെ കോട്ടിൽ കിഴുത്ത് വീണു, അത് കാരണം അവൻ ഭിക്ഷക്കാരന് കൊടുത്തു എന്നാണ്. പക്ഷെ ഇവർ ചെക്ക് ചെയ്തപ്പോൾ ഈ ഹോൾ ഇന്ന് രാവിലെ ഉണ്ടായതാണ്. സോ ഇതോടെ കേസ് സോൾവ് ആയി. അവൻ തന്നെയാണ് കൊലപാതകി, ഒരു സംശയവുമില്ല. മൈഗ്രേറ്റ് തന്നെ എല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഓഫീസറെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ചീഫ് ഇദ്ദേഹത്തോട് ചാർജ് ചെയ്തോളാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ മനുഷ്യന്റെ അവസ്ഥയെ രാവിലെ എണീറ്റ് പൊടിയും തട്ടി കുളിച്ച് റെഡിയായി കേസ് അന്വേഷിക്കാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഓൾറെഡി കേസ് സോൾവ് ആയെന്ന്. പോലീസിലല്ലേ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഏതായാലും കേസ് സോൾവ് ആയല്ലോ. മൈഗ്രേറ്റിനും സന്തോഷം. തിരികെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ അഭിമാനത്തോടെ ഭയങ്കര പ്രൗഡായിട്ട് പുള്ളിക്കാരനെ അങ്ങനെ നോക്കി അദ്ദേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ തട്ടുകയൊക്കെ ചെയ്യും. പുള്ളിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് അപ്രീസിയേഷൻ ഇത് തന്നെയാണ്. മുമ്പൊരിക്കൽ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് തന്നെ മൈഗ്രേറ്റ് ലേഡി പോലീസ് ഓഫീസേഴ്സിന് റൂട്ട് മാപ്പ് ഒക്കെ കൊടുത്ത് ഇന്ന വഴി പോകണമെന്നൊക്കെ പറഞ്ഞു വിട്ടിരുന്നല്ലോ. കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള ബെയ്റ്റ് ആക്കിയിരുന്നല്ലോ അവരെ. അന്ന് അവരുടെ ജീവൻ വെച്ച് അങ്ങനെ കളിച്ചതിന് ഇദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഇദ്ദേഹത്തെ എതിർത്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പത്രത്തിലും റേഡിയോയിലും ഒക്കെ ആളെ നിരന്തരം വിമർശിച്ചപ്പോൾ ഇവള് കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. എന്നാൽ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും ചെയ്തു. വളരെ വളരെ ലക്കിയാണ് മൈഗ്രേറ്റ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതിലും അതിലുപരി ഈ ഒരു മൈൻഡ് സെറ്റ്, ഒട്ടും വിട്ടുകൊടുക്കാത്ത ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തതിലും. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അടുത്ത കൊലപാതകം നടന്നു എന്നുള്ള വാർത്ത മൈഗ്രേറ്റ് അറിയുന്നത്. ഒടുക്കം കൊണ്ടുവച്ചില്ല ഇമാതിരി ഒരു ട്വിസ്റ്റ്. ശരിക്കും പിടിക്കപ്പെട്ട അവൻ മാർസൽ അല്ലായിരുന്നു കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും മൈഗ്രേറ്റിനെ വാനോളം പുകഴ്ത്തി ഇദ്ദേഹം എന്തോ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. ഇത്തവണ കൊല്ലപ്പെട്ടത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി. മുൻ കൊലപാതകങ്ങളിലെ പോലെ ചെറിയ കത്തി ഉപയോഗിച്ചാണ് ഇവളെയും കൊന്നിരിക്കുന്നത്. ബട്ട് ഇത്തവണ പാറ്റേണിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇവളെ കൊന്നിരിക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങൾ. അവളുടെ പുറത്ത് കുത്തിയിട്ടില്ല, 4 തവണ നെഞ്ചിലും 2 തവണ കഴുത്തിലുമാണ് കുത്തിയിരിക്കുന്നത്. രാത്രി തന്നെ മാർസലിന്റെ വീട്ടിൽ ചെന്ന് അയാളുടെ ഭാര്യയെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നു. ഓൾറെഡി മാർസലിന്റെ അമ്മയെയും ഇവിടെ എത്തിച്ചിരുന്നു. രണ്ടുപേരെയും ഒരു റൂമിലിരുത്തി മാർസലിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള പത്രവാർത്ത അവർക്ക് മുന്നിൽ ഇട്ടുകൊടുത്തിട്ട് ഓഫീസേഴ്സ് എല്ലാം അവിടെ നിന്ന് മാറിപ്പോയി. ഇവർ രണ്ടാളും അത്ര നല്ല ടേംസിലല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിയാടാൻ എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള പോലെ. നമ്മുടെ മൈഗ്രേറ്റ് നേരെ മാർസലിന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ അമ്മയും ഭാര്യയും ഇവിടെ എത്തിയിട്ടുണ്ട്, അവരെ കാണണമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവരെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ മാർസൽ വളരെ ചെറിയ പ്രായം മുതലേ അവന്റെ അമ്മയുടെ കൂടെയാണ് വളർന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അച്ഛൻ വളരെ ചെറിയ പ്രായത്തിലെ മരിച്ചുപോയി. അതിനുശേഷം ഇങ്ങോട്ട് ഇവന്റെ അമ്മ
സ്നേഹമായി ഇവനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഭയങ്കര പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നു എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടെങ്കിലും ഇവനെ പല കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാതെ ഒരുമാതിരി കൂടിനുള്ളിലിട്ട് വളർത്തുന്ന പോലെയാണ് ഇവനെ വളർത്തിക്കൊണ്ട് വന്നത്. അമ്മമാർ മക്കളോട് ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുവോ? മാർസലിന് ഇത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്ങനെയും അമ്മയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം അവന് നിരന്തരം ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നൊരു പ്രായമായപ്പോൾ അവന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷവും അമ്മ ഇതേ പതിവ് തുടർന്നു. ഇവനെ മാത്രമല്ല ഇവന്റെ ഭാര്യയെയും പുള്ളിക്കാരുടെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കാൻ ശ്രമിച്ചു. അക്കാരണത്താൽ തന്നെ ഇവന്റെ അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കാവുന്നു, പ്രശ്നങ്ങളാവുന്നു. വീട്ടിലെ ഇഷ്യൂസ് ഒക്കെ കാരണം ഇവർക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. അതും അമ്മയെ അറിയിക്കാതെ അമ്മ ഉറങ്ങിക്കിടന്ന സമയം രാത്രി വീട്ടിൽ നിന്ന് ഓടിപ്പോയി അങ്ങനെ മാറി താമസിക്കേണ്ടി വരുന്നു. അതിനുശേഷമെങ്കിലും അത്രയും നാളത്തെ അമ്മയുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിൽ നിന്ന്, ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, കുറച്ച് ഫ്രീഡം കിട്ടുമെന്ന് ഇവൻ കരുതി. നിർഭാഗ്യവശാൽ ഇവന് കിട്ടിയ ഭാര്യ ഇവന്റെ അമ്മയെ പോലെ തന്നെയായിരുന്നു. ഇവനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്തായിരുന്നോ പാസ്റ്റിൽ ഇവന്റെ അമ്മ ചെയ്തിരുന്നത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെ സ്വഭാവമുള്ളൊരു പെണ്ണ്. പ്രതീക്ഷിച്ച ഫ്രീഡം ഇവിടെയും കിട്ടിയില്ല. അമ്മയിൽ നിന്നും ഭാര്യയിൽ നിന്നും ഒരേ അനുഭവം. അമ്മയും ഭാര്യയും ഒക്കെയാണ്, സ്നേഹം ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം പോലും ഇവന് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള സ്പേസ് കൊടുക്കാതെ ഇവൻ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എന്ത് വരയ്ക്കണം എന്നതുൾപ്പെടെ തീരുമാനിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവന് വല്ലാത്ത അമർഷം തോന്നും. അങ്ങനെയുണ്ടായ ദേഷ്യത്തിന്റെ ഫലമായാണ് ഇവൻ ആ 5 സ്ത്രീകളെ കൊലപ്പെടുത്തുന്നത്. അതേന്ന് കൊലപാതകി ഇവൻ തന്നെയാണ്. ഇവന്റെ അമ്മയെ പോലെയും ഭാര്യയെ പോലെയും തോന്നിക്കുന്ന സ്ത്രീകളെ, ആ സ്വഭാവമുണ്ടെന്ന് ഇവന് തോന്നിയിട്ടുള്ള സ്ത്രീകളെ എല്ലാം പൊതുസ്ഥലത്തിട്ട് ഇവൻ കൊന്നിട്ടുണ്ട്. ആദ്യ 5 സ്ത്രീകളെ കൊന്നത് ഇവൻ തന്നെയാണ്. 6ാമത്തെ സ്ത്രീയെ കൊന്നത് ആര്? കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 19 വയസ്സുകാരി പെൺകുട്ടിയെ കൊന്നത് ആര് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. 6ാമത്തെ കൊലപാതകം ഈ മാർസലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇവന്റെ ഭാര്യയോ അമ്മയോ ഇവരിൽ ആരോ ഒരാളാണ് ആ 19 വയസ്സുകാരി പെൺകുട്ടിയെ കൊന്നത്. അവരുടെ ഉദ്ദേശം ഇവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും വർഷക്കാലം അവരുടെ പ്രൊട്ടക്ഷനിൽ ഇവനെ എങ്ങനെ കിട്ടിയിരുന്നു അതുപോലെ വീണ്ടും കിട്ടണം. അതിനുവേണ്ടി ഈ കേസിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് ഇവരിൽ ആരാണ്, ഇവന്റെ ഭാര്യയാണോ അമ്മയാണോ 6ാമത്തെ പെൺകുട്ടിയെ കൊന്നത്? ഇരുവരെയും മാർസൽ കിടക്കുന്ന സെല്ലിൽ കൊണ്ടുവന്നപ്പോൾ മാർസലിന്റെ അമ്മ, നമുക്ക് എന്റെ മോൻ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല, ഇവനല്ല ചെയ്തതെന്നുള്ളതിന് തെളിവാണ് ഇന്നലെ വേറൊരു പെൺകുട്ടി മരിച്ചത്, ഇവനെ പുറത്തുവിടാന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചതും നമ്മുടെ മൈഗ്രേറ്റ്, നിങ്ങളിവനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ച പോലെ, അവനെന്തോ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച പോലെ നിങ്ങളുടെ കൺട്രോളിലാക്കി വെറും ഒന്നുമില്ലാത്തവനാക്കാനോ? ഇവനെ വീണ്ടും ഒരു പരാജയമാക്കാൻ തന്നെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം? കേൾക്കേണ്ട താമസം മാർസൽ ചാടി എണീറ്റ് അവന്റെ ഭാര്യയെയും അമ്മയും അവൻ വെറുക്കുന്നെന്നും 2 ആളും തന്നെ ദ്രോഹിച്ചിട്ടുള്ളൂ എന്നും പറയാണ്. 5 കൊലകൾ ഇവൻ ചെയ്തതിന് കാരണം ഇവർ 2 ആളുമാണ്. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്ത് തന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി മാറാൻ കാരണമായത് ഇവരാണ്, ഇവരെ വെറുക്കുന്നു എന്ന് പറഞ്ഞ അലറും. അന്നേരം മൈഗ്രേറ്റ് മാർസലിന്റെ അമ്മയോട്, നിങ്ങളാണോ 6ാമത്തെ കൊലപാതകം ചെയ്തത് എന്ന് ചോദിക്കും. പുള്ളിക്കാരി തന്റെ മകൻ മാർസലിനെയും അവളുടെ ഭാര്യയെയും മാറി മാറി നോക്കിയതിനു ശേഷം കൊലപാതക കുറ്റം സമ്മതിച്ചു. അത് ശരി, അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ ഒന്ന് പറഞ്ഞേ, ആ 19 വയസ്സുകാരി പെൺകുട്ടി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളറേ ഒന്ന് പറഞ്ഞേ എന്ന മൈഗ്രേറ്റിന്റെ ചോദ്യത്തിന് ഇവരങ്ങ് സ്റ്റക്കായി പോയി. അത് ഡ്രസ്സിന്റെ കളറ് രാത്രിയില്ലായിരുന്നോ? ഇരുട്ടായോണ്ട് ഞാനൊന്നും കണ്ടില്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ അവിടുന്ന് 5 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ട് കിടന്നത്. നിങ്ങളാണ് കൊന്നതെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സിന്റെ കളർ പറ. ഉടനെ മാർസലിന്റെ ഭാര്യ അപ്പുറത്തു നിന്ന് ബ്ലൂ എന്ന് പറയും. ആ പെൺകുട്ടിയുടെ ഡ്രസ്സിന്റെ കളർ ബ്ലൂ ആണെന്ന്. അതായത് ഈ സ്ത്രീക്ക് തന്റെ മകനെ താനാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് കാണിക്കണം. അതിനുവേണ്ടിയാണ് കുറ്റം ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. ഒരു വ്യക്തിയെ ഇത്രമാത്രം സ്നേഹിച്ച് അവരെ വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥ, അത് കാരണം അവർക്ക് എന്തുമാത്രം പ്രശ്നമുണ്ടാകുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഇവർക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. മാർസലിന്റെ അമ്മയും ഭാര്യയും ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകളാണ്. ഈ സൈക്കോപാത്തുകൾ കാരണം അവന്റെ ജീവിതം പാഴായി. ഒടുക്കം ഇത്രയും നാൾ തുറന്നു പറയാതിരുന്ന അവൻ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന കാര്യം അവന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. മാർസൽ അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, വെറുത്തിട്ടേ ഉള്ളൂ എന്ന് അലറി വിളിച്ചു പറയും. അങ്ങനെ ക്രൈംസ് സോൾവ് ആയി, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. എല്ലാം സ്നേഹമാണ് എന്ന് പറഞ്ഞാലും സ്നേഹം കൂടി ടോക്സിക് ആവുന്നൊരവസ്ഥയുണ്ടല്ലോ, അതിൽ പെട്ടുപോയി പുറത്തു വരാൻ പറ്റാതെ ട്രാപ്പായിപ്പോയി ക്രിമിനലായി മാറിയ മാർസലും. ഈ കേസെല്ലാം സോൾവ് ആയി കഴിഞ്ഞ് നമ്മുടെ ഹീറോയുടെ ഭാര്യ, നമ്മുടെ മൈഗ്രേറ്റിന്റെ ഭാര്യ അദ്ദേഹത്തെ വിളിക്കും. മുമ്പത്തെ പോലെയല്ല, ഇത്തവണ ശരിക്കും കേസ് സോൾവ് ആയി എന്ന് ഇദ്ദേഹം പറയുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷം. ഇത്രയുള്ള സിനിമ. ഇന്നത്തെ കാലത്ത് നമ്മൾ ടോക്സിസിറ്റി എന്ന് പറയും. സ്നേഹിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി, സ്നേഹം കാരണമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതി. ഞാൻ ഒത്തിരി അങ്ങ് സ്പൂൺ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, എന്നാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏതൊരു ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നുന്ന നിമിഷം അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിലാണെങ്കിൽ 100% ഉറപ്പിക്കാം നിങ്ങളും ഇതുപോലെ ഒരു കെണിയിലാണ്. കൂടുതലായും എനിക്ക് ഈ സിനിമ ഇങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഡെയിലി വരുന്ന മെസ്സേജുകളിൽ ഒരു വലിയ ശതമാനം കുട്ടികളും ഈ ഒരു ട്രാപ്പിലാണ്, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിൽ ഇങ്ങനെയുള്ള റിലേഷൻസിൽ പെട്ടുപോയിട്ടുണ്ട്. സോ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാം ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതിനകത്തൊരു റിസൾട്ടോ മാറ്റമോ ഉണ്ടാവാൻ പോകുന്നില്ല. പ്രശ്നത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യാം, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം. ബുദ്ധിമുട്ട് സഹിച്ച് നിൽക്കേണ്ട ഒരാവശ്യവും നമുക്ക് ആർക്കുമില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ബോണി ബ്ലൂവിൻ്റെ ആ ഒരു റെക്കോർഡുമായി ബന്ധപ്പെട്ട കാര്യം വലിയ സംഭവമൊന്നുമില്ല, ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മുടെ ഈ കഥ എഴുതിയ ജോർജ് സിമനോണില്ലേ, പുള്ളി ഇതുപോലൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. ആളുടെ ലൈഫ് ടൈം
ടൈമിൽ 10,000 സ്ത്രീകളുടെ കൂടെ കിടന്നിട്ടുണ്ടെന്നൊക്കെ. ഇത് വെറും ഡോഗ് ഷോ എന്നാണ് ആളുടെ രണ്ടാമത്തെ ഭാര്യയും പിന്നെ പുള്ളിക്കാരൻ്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ജോർജ് സിമനോണിൻ്റെ മറ്റ് കഥകളും ഈ ഒരു കഥയുടെ ബാക്കി ഭാഗങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്പെക്ടർ ജൂൾസ് മൈഗ്രേറ്റ് സീരീസിലെ മറ്റു ഭാഗങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു നല്ല കഥയുമായി കാണാം. ടേക്ക് കെയർ.